മലയാളി വാർത്താ ഹെഡൻ എന്ന ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും. രാജ്യം ഇപ്പോൾ യുദ്ധത്തിൻ്റെ തീച്ചൂളയിലാണല്ലോ. അപ്പോൾ ഈ സമയത്ത് ഇതിനെപ്പറ്റി ഒരു വിചിന്തനം നടത്തുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. നല്ല തയ്യാറെടുപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മൾ യുദ്ധം തുടങ്ങിയത്. അതായത് ഒരു നീണ്ട യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ്. 1971 ബംഗ്ലാദേശിനെ മോചിപ്പിക്കാനായിട്ട് യുദ്ധം തുടങ്ങിയത് അതിൻ്റെ ആവശ്യകത പട്ടാളത്തോട് പറഞ്ഞു കഴിഞ്ഞ് സാം മനേക്ഷയോട് പറഞ്ഞു കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞിട്ട് അത്ര നീണ്ട തയ്യാറെടുപ്പ് ആവശ്യമായിരുന്നു. ബിക്കോസ് ദർ വാസ് എ സ്ട്രാറ്റജി ഇൻവോൾവ് ഇൻ ദാറ്റ്. അത് ബംഗ്ലാദേശിനെ മോചിപ്പിക്കണം. ഇപ്പോഴത്തെ സ്ട്രാറ്റജി എന്താണെന്ന് പരസ്യമാക്കിയിട്ടില്ല. സർജിക്കൽ സ്ട്രൈക്ക് എന്നും പറഞ്ഞ് തീവ്രവാദി ആക്രമണത്തിനെതിരായിട്ടുള്ള ഒരു തിരിച്ചാക്രമണമാണെങ്കിൽ അത് ഒറ്റ ദിവസം കൊണ്ട് തീരേണ്ടതാണ്. തീവ്രവാദികളുടെ ക്യാമ്പ് തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുക. കഴിഞ്ഞ തവണ ആക്രമിച്ചു. പുൽവാമയിൽ തീവ്രവാദികൾ CRPF ജവാന്മാരുടെ ബസ്സിനും ബോംബിട്ട് തകർത്തതിന് തിരിച്ചടിയായിട്ട്. ഇപ്പോഴത്തെ തിരിച്ചാക്രമണത്തിൽ പുൽവാമയുടെ സമയത്ത് പാകിസ്ഥാൻ അറിയത്തില്ലായിരുന്നു നമ്മൾ തിരിച്ചടിക്കുമെന്നുള്ളത്. അതായത് ഇതിനു മുമ്പ് കഴിഞ്ഞ 75 കൊല്ലമായിട്ട് അല്ലെങ്കിൽ 70 വർഷമായിട്ട് അതുവരെ അവരെന്ത് തീവ്രവാദ ആക്രമണം ഇന്ത്യയിൽ നടത്തിയാലും ഇന്ത്യ തിരിച്ചടിച്ചിരുന്നില്ല. അതുകൊണ്ടൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു അന്നേരം. പക്ഷെ ഇപ്രാവശ്യം അവർക്കറിയാമായിരുന്നു നമ്മൾ തിരിച്ചടിക്കുന്നു. അത് തന്നെയല്ല, അതിനെപ്പറ്റി പ്രതിപാദിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി തന്നെ പൊതുസമ്മേളനത്തിൽ പറഞ്ഞു, അവർ എവിടെ പോയി ഭൂമിയുടെ ഏതറ്റം വരെ പോയാലും അവരെ പിടിക്കും, തിരഞ്ഞു പിടിച്ച് നീതി നടപ്പാക്കും. അപ്പോൾ അവർക്കറിയാം തീവ്രവാദ ക്യാമ്പ് ആക്രമിക്കും. ഈ ആക്രമണം നടത്തിയ തീവ്രവാദികളെ എവിടുന്നേലും തിരഞ്ഞു പിടിക്കും. അപ്പോൾ ഇങ്ങനെ തിരിച്ചടിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്ന ഏതെങ്കിലും തീവ്രവാദികൾ ആ ക്യാമ്പിൽ പോയി പിന്നെ താമസിക്കും. അപ്പം നമ്മുടെ തന്നെ വീട് ഒരാൾ നാളെ ബോംബിടുമെന്ന് പറഞ്ഞാൽ നമ്മൾ വീട് ഒഴിഞ്ഞു മാറിപ്പോകും. അപ്പോൾ തീവ്രവാദികൾക്ക് 15 ദിവസത്തോളം സമയം കിട്ടി ഇന്ത്യയിൽ നിന്നുള്ള അടിയും പ്രതീക്ഷിച്ച്. അപ്പം അവരെല്ലാം ക്യാമ്പ് വിട്ടുപോയി കാണും. അപ്പം നമ്മൾ 9 ക്യാമ്പുകളിൽ ആക്രമിച്ചെന്ന് പറയുന്നു. അപ്പോൾ ആരായിരിക്കും അവിടെ, എന്തായിരിക്കും അവിടെ നശിപ്പിക്കപ്പെട്ടത്? അവർ താമസ കെട്ടിടങ്ങൾ. നമ്മൾ ഈ 9 ക്യാമ്പുകൾ ആക്രമിച്ചതിൻ്റെ കിട്ടിയിരിക്കുന്ന മിക്കവാറും കുറേ ഡെബ്രീസ് ആയിരിക്കും. ആ കെട്ടിട അവശിഷ്ടങ്ങളും പിന്നെ കത്തിപ്പോയ തടികളുടെയൊക്കെ ചാരും. ഈ ആക്രമണം നടത്തേണ്ടിയിരുന്ന വിത്തിൻ 3-4 hours ആയിരുന്നു. പഹൽഗാമിൽ ആക്രമണം നടന്ന വിത്തിൻ 4-5 hours, മാക്സിമം 8 hours. അതായത് പിറ്റേ ദിവസം നേരം വെളുക്കുന്നതിന് മുമ്പ്, ഇന്ന് ആക്രമണം അവർ പകൽ നടത്തി, പിറ്റേ ദിവസം നേരം വെളുക്കുന്നതിന് മുമ്പ് ആക്രമിക്കുമായിരുന്നു അവരുടെ ക്യാമ്പുകൾ. ഈ ക്യാമ്പുകളൊക്കെ പിന്നീട് പോയി തിരഞ്ഞെടുക്കുന്നതല്ല. ഒരു മിലിറ്ററി ഓപ്പറേഷനിൽ എവിടെ ആക്രമിക്കണം എന്നുള്ള ടാർഗറ്റുകൾ ഓരോ കാലഘട്ടത്തിലും പുതുക്കി ആയിരക്കണക്കിന് ടാർഗറ്റുകൾ എല്ലാ പട്ടാളക്കാരുടെ ആർമിയുടെ കയ്യിലുമുണ്ട്. ഇന്ത്യയുടെ കയ്യിലുമുണ്ട്, പാകിസ്ഥാൻ്റെ കയ്യിലുമുണ്ട്. അല്ലാതെ ആ സമയത്ത് ഒരു ടാർഗറ്റ് കണ്ടുപിടിച്ചിട്ട് ചെയ്യല്ലേ. നമുക്ക് എല്ലാവരും ലൊക്കേഷനെല്ലാം അറിയാം. ഇപ്പം ആർട്ടിലറി ഫയർ ആണേലും അതെ, മോർട്ടാർ ഫയർ ആണേലും അതെ, ഇതെല്ലാം നേരത്തെ തീരുമാനിച്ചു വെച്ച ടാർഗറ്റുകളാണ്. പിന്നെ പുതിയ ടാർഗറ്റ് വരുന്ന ഒരു മൂവ്മെന്റ് നടക്കുന്ന പട്ടാളക്കാരുടെ കോൺവോയ് പോകുന്നത്, അതൊക്കെ അന്നേരത്തെ ആയിരിക്കും. അപ്പൊ തീവ്രവാദികളുടെ ക്യാമ്പുകൾ അറിയാമായിരുന്ന നമ്മൾ പിറ്റേ ദിവസം നേരം വെളുക്കുന്നതിന് മുമ്പ് തിരിച്ചടിച്ചിരുന്നെങ്കിൽ 100 കണക്കിന് തീവ്രവാദികളുടെ കിട്ടുമായിരുന്നു. ഇപ്പൊ അവരെല്ലാവരും അവിടുന്ന് പോയി. ഇനിയിപ്പോൾ 2 കൂട്ടരും പറയുന്നു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നുള്ള ക്ലെയിമുകളാണ്. ഇതിന് തെളിവൊന്നുമില്ല. അതുകൂടാതെ ഈ യുദ്ധത്തിൻ്റെ സന്നാഹം കണ്ടാൽ ഒരു 6 മാസം അല്ലെ മിനിമം ഒരു 4 months നീണ്ടു നിൽക്കേണ്ട യുദ്ധത്തിൻ്റെ തയ്യാറെടുപ്പാണ്. അപ്പം അങ്ങനെ ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ അത് നമ്മുടെ പാക് ഒക്യുപ്പൈഡ് കാശ്മീർ തിരിച്ചു പിടിക്കാനായിരിക്കും.
അത് മാത്രം തിരിച്ചു പിടിച്ചാൽ മതിയോ? പോരാ. അപ്പോടെ കറാച്ചിയോ ലാഹോറോ കുറെ കൂടുതൽ തിരിച്ചു പിടിച്ചാലേ പിന്നെ ഒരു നെഗോഷിയേഷന് ബാർഗെയിനിങ്ങിനായിട്ട് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കാണത്തുള്ളൂ. ഇപ്പോൾ ഈ മൊബിലൈസേഷൻ, ലീവിൽ പോയവരെല്ലാം തിരിച്ചു വിളിക്കുന്നു, എല്ലാ പാരാമിലിറ്ററി ഫോഴ്സിലുള്ളവരെയും ലീവിൽ നിന്ന് തിരിച്ചു വിളിക്കുന്നു, ബ്ലാക്ക് ഔട്ട് നടത്തി പ്രാക്ടീസ് ചെയ്യുന്നു, മോക്ക് ഡ്രിൽ നടത്തി പ്രാക്ടീസ് ചെയ്യുന്നു. ഇതൊക്കെ ഒരു നീണ്ട യുദ്ധത്തിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പോൾ ഈ തീവ്രവാദി ക്യാമ്പുകളിൽ മാത്രം തിരിച്ചടിക്കാനാണ് ഇതിൻ്റെ ആവശ്യമില്ല. അതുകൂടാതെ നമ്മളെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കാണ്ടിരിക്കുകയാണ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും നോക്കുന്നത്. ക്രൈസിസ് വരുമ്പം ആണ് ശരിക്കറിയാവുന്ന നമ്മൾ പറയില്ല, ശത്രുക്കൾ ഏതാ മിത്രങ്ങൾ ഏതാ. പൽഗാമിൽ തീവ്രവാദികൾ നിരപരാധികളെ കൊന്ന് എല്ലാ രാജ്യങ്ങളും അപലപിക്കുന്നുണ്ട്, പാകിസ്ഥാൻ ഒഴിച്ച്. ചൈനയെ അപലപിച്ചു. ഈ അപലപിക്കുന്നവരൊക്കെ പറയുന്നത് നിങ്ങൾ യുദ്ധം ചെയ്യരുത്, അതിന് അത് നെഗോഷിയേഷനിൽ കൂടെ പരിഹരിക്കണം. 75 കൊല്ലമായിട്ട് നെഗോഷിയേഷൻ കൂടെ പരിഹരിച്ചതാണ് ഈ നടക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ്റെ 27 രാജ്യങ്ങൾ കൂടി പറഞ്ഞു ഞങ്ങൾ തീവ്രവാദി ആക്രമണത്തെ അപലപിക്കുന്നു, അൺഇക്വോക്കലി, ഒരു കണ്ടീഷനും ഇല്ലാതെ. പക്ഷേ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കം ഡയലോഗിലൂടെ പരിഹരിക്കണം. US പ്രസിഡന്റ് പറഞ്ഞ് ടിറ്റ് ഫോർ ടാറ്റായി, അടി തിരിച്ചടി, ഇനിയിപ്പോൾ നിർത്താം. അപ്പോൾ അവരും ആരുടെ പക്ഷത്താണ്? പാകിസ്ഥാനെ നോവിക്കുന്നത് ഒറ്റ രാജ്യങ്ങൾക്ക് ഇഷ്ടമില്ല. നമ്മൾ പറയും ഡിപ്ലോമാറ്റിക്കലി അവരെ ഒറ്റപ്പെടുത്തി. ഇത്രയും കാലം IMF തടഞ്ഞു വെച്ചിരുന്ന ഒരു ലോണ് ഇപ്പം റിലീസ് ചെയ്യാൻ തീരുമാനിച്ചു. കാരണം ഇപ്പം യുദ്ധത്തിന് പണം വേണ്ട. ഇതാണ് ഒറ്റപ്പെടുത്തൽ. ഒറ്റപ്പെടുത്തലൊന്നും നടക്കുകയല്ല. തൻ്റെ ഉണ്ടെങ്കിൽ അടിക്കാൻ പറ്റും, അല്ലെ അടിക്കുന്നതിന് തിരിച്ചടിക്കാൻ പറ്റും. അതിനു വേണ്ട നമ്മുടെ ഇസ്രായേലിനെ പോലുള്ള തൻ്റെ ഇടമാണ്. പുട്ടിനെ പോലെ, റഷ്യയുടെ, അയാൾ ലോകരാജ്യങ്ങൾ ആരെങ്കിലും പറയുന്നത് എന്തെങ്കിലും കേട്ടു. അണിക്യുവക്കലായിട്ട്, അതായത് ഒരു ബാധ്യതയുമില്ലാത്ത നിരുപാധിക സപ്പോർട്ട് നമുക്ക് തന്ന ഇസ്രായേൽ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരുടെയും അപലപിച്ചു ആക്രമണത്തെ. പക്ഷെ നിങ്ങൾ പാകിസ്ഥാനെ നോവിക്കരുത്. പിന്നെ ഈ ബ്ലാക്ക് ഔട്ടിൻ്റെ ഒക്കെ ആവശ്യം ഇന്നത്തെ കാലത്തില്ല. ഇതൊക്കെ രണ്ടാം ലോകമഹായുദ്ധത്തിലും ഒന്നാം ലോകമഹായുദ്ധകാലത്തും ലേറ്റസ്റ്റ് നമ്മുടെ ഒരു 50 വർഷം മുമ്പുള്ള 1971 വാറിലൊക്കെയാണ് ബ്ലാക്ക് ഔട്ട് കൊണ്ട് കാര്യമുണ്ട്. അന്നൊക്കെ ടാർഗറ്റ് കണ്ടിട്ടാണ് വിമാനത്തിൻ്റെ പൈലറ്റ് മിസൈൽ വിടും, അല്ലെ റോക്കറ്റ് വിടും. ഇന്നത്തെ കാലത്തെ യുദ്ധത്തിൽ ഒരു ഭാഗത്തും ഒരു രംഗത്തും നേരിട്ട് കണ്ടിട്ടല്ല ചെയ്യുന്നത്. ഇപ്പോൾ എയർക്രാഫ്റ്റിൻ്റെ യുദ്ധവിമാനത്തിൽ നിന്ന് മിസൈൽ വിടുന്നതാണേലും അവരുടെ റഡാറിൽ എനിമി എയർക്രാഫ്റ്റ് കണ്ടിട്ട് അതായിരിക്കും, അല്ലെ ടാർഗറ്റ്, ഭൂമിയിലെ ടാർഗറ്റ് നേരത്തെ GPS മുഖാന്തരം കോർഡിനേറ്റ്സ് ഒക്കെ എടുത്ത് ഭൂമിയുടെ അത് കമ്പ്യൂട്ടർ ഫീഡ് ചെയ്ത് മിസൈലുമായിട്ട് ബന്ധിച്ചിരിക്കുക. അതിനൊന്നും കാണണ്ട, അതിന് ഇന്ന റേഞ്ച് ചെല്ലുമ്പം വിടണമെന്നുണ്ട്, അതങ്ങ് റിലീസ് ചെയ്ത് വിടും. ആർട്ടിലറി ഫയർ ആണേലും മോർട്ടാർ ഫയർ ആണേലും അത് ട്രാജക്ടറി വെപ്പണാണ്. അത് ഇവിടുന്ന് വിടുന്ന ആംഗിൾ പോയിട്ട് അതേ ആംഗിളിൽ നിലത്ത് വന്ന് വീഴും. നമ്മുടെ ജാവലിൻ ത്രോ എറിയുന്ന പോലെ. അത് നേരത്തെ കോർഡിനേറ്റ്സ്, ഇതിൻ്റെ ആംഗിൾ, ഇതെല്ലാം ഫീഡ് ചെയ്ത് കറക്റ്റായിട്ട് വെച്ചിട്ട് ടാർഗറ്റ് കാണാതെ ഫയർ ചെയ്യുക. പിന്നെ എന്തിനാ ബ്ലാക്ക് ഔട്ട്? അപ്പോൾ ബ്ലാക്ക് ഔട്ട്, ഈ ബോംബ്, ഇതെല്ലാം ഒരു ടെമ്പർ രാജ്യത്ത് ക്രിയേറ്റ് ചെയ്യാനാണ്. ഒരു വാർ സൈക്കോസിസ്, ഒരു ഫിയറും ഒരു അലർട്ട്നെസ്സും. ഇപ്പോൾ ഇത് പാകിസ്ഥാനെ അങ്ങ് വിഴുങ്ങുമെന്നുള്ള മട്ടിൽ. ഡ്രോണിനായാലും ഈ ടാർഗറ്റ് കാണേണ്ട ആവശ്യമില്ല, നേരത്തെ തീരുമാനിക്കുന്നതാണല്ലോ. ഇപ്പോൾ മൂവിങ് ടാർഗറ്റ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ കാണേണ്ട ആവശ്യമുള്ളൂ, പകല്. രാത്രിയിൽ ബ്ലാക്ക് ഔട്ട് കൊണ്ട് ഒന്നും നേടാനുള്ള കാര്യമില്ല യുദ്ധത്തിൽ. അതൊക്കെ പഴയ കാലത്തെ നമ്മൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ആവശ്യമായിരുന്നു. ഇന്നിപ്പോൾ എവറിതിങ് ഈസ് ബേസ്ഡ് ഓൺ കമ്പ്യൂട്ടർ, GPS, സാറ്റലൈറ്റ് കൺട്രോൾ. ഇതിന് ഭൂമി നമ്മുടെ നേക്കഡ് കണ്ണുകൊണ്ട് കാണുന്ന റൈഫിൾമാൻമാർക്ക്, കാലാൾപ്പട, ഇൻഫൻട്രി ഇപ്പോൾ ഒരു നിലത്തോടെ പോയിട്ട് ആക്രമിക്കുകയാണ്, അവിടെയുള്ള പട്ടാളക്കാരെ നോക്കിയിട്ട് വെടിവെക്കും. അത് തീവ്രവാദികൾ വന്ന് വെടിവെച്ച പോലെ നേരിൽ കാണുക,
വെടിവെക്കും. അല്ലാതെ വേറൊരു യുദ്ധതന്ത്രത്തിലും നേക്കഡ് ഐ കൊണ്ട് ടാർഗറ്റിനെ കാണേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് ബ്ലാക്ക് ഔട്ടിൻ്റെ ആവശ്യമില്ല. ബേസിക്കലി ഇതെല്ലാം ഒരു ഹൈപ്പാണെന്ന് എനിക്ക്. ഇനി POK പാക് ഒക്കുപൈഡ് കാശ്മീർ തിരിച്ചു പിടിക്കുകയാണെങ്കിൽ ഈ ബത്തപ്പാട്, ഈ പടപ്പുറപ്പാട് ജെന്യൂനായിട്ട് എടുക്കാം. ഇനി അതല്ല, മറ്റുള്ള രാജ്യങ്ങൾ, ഇപ്പോൾ സൗദിയിൽ നിന്നും ഇറാനിൽ നിന്നൊക്കെ മന്ത്രിമാർ വന്നിരിക്കുന്നു വക്കാലത്ത് പിടിക്കാൻ പാകിസ്ഥാന് വേണ്ടി. പാകിസ്ഥാന് നോവെന്ന് കണ്ടപ്പോഴത്തേനും വക്കാലത്ത് പിടിക്കാൻ എത്ര പേരാ ഉള്ളത്? അവരൊക്കെ നമ്മളെ സൂചിപ്പിക്കാനായിട്ട് അപലപിച്ചു. ഇവരെല്ലാം കൂടെ പറഞ്ഞ് നമ്മളെ ഇനി അങ്ങോട്ടും മുന്നോട്ടൊന്നും കാര്യമായിട്ട് നടക്കത്തില്ല. അതിപ്പോഴേ പറയും, ഇപ്പം തിരിച്ചടിക്കേണ്ട അടിച്ച് 10-100 പേര് മരിച്ചെന്ന് പറയുന്നു. അത് തീവ്രവാദികളാണോ, ഏതെങ്കിലും മോർച്ചറിയിൽ നിന്ന് ആൾക്കാർ കൊണ്ടുവന്ന് അവിടെ ഇട്ടാണെന്ന് പറയും. അപ്പം അത് ചെയ്യേണ്ട സമയത്ത് ചെയ്തിരുന്നേ പറ്റുമായിരുന്നു. പിറ്റേ ദിവസം നേരം വെളുക്കുന്നതിനിപ്പുറം ഈ സ്ഥലങ്ങളൊക്കെ ആക്രമിച്ചിരുന്നെങ്കിൽ, എന്നാലും ചിലപ്പോൾ ചിലർ പറയും അവർ തിരിച്ചടിക്കുന്നതിന് നമ്മൾ തയ്യാറെടുക്കണ്ടേ. അവർക്കൊരു തയ്യാറെടുപ്പും ഇല്ലായിരുന്നല്ലോ. നമ്മൾ ആക്രമിക്കുന്നതിന് വരെ അവർക്ക് അറിയത്തേ ഇല്ലായിരിക്കുമല്ലോ. ഒരു 12 മണിക്കൂറിനുള്ളിൽ ആക്രമിച്ചിരുന്നെങ്കിൽ അവർക്ക് അറിയത്തില്ലായിരുന്നു നമ്മുടെ ആക്രമണം വരുമെന്ന്. അപ്പം അവരും അൺപ്രിപ്പയർഡാണ്. പിന്നെ അവർ പ്രിപ്പയർ ചെയ്തിട്ട് വേണം നമുക്ക് തിരിച്ചടിക്കാൻ. നേരത്തെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സമയമുണ്ട്. The time advantage was in our pocket. So let us see what is the war strategy. POK ഇന്ത്യയിൽ വരുമോ അതെയോ സ്റ്റാറ്റസ് കോയിലോട്ട് തിരിച്ചു പോകും? നന്ദി, നമസ്കാരം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.